ഹായ്, വിഷ്ണു കൊച്ചിക്കാരനാണ്. അപ്പോൾ JP ഉണ്ട് കൂടെ. എന്താ JP പരിപാടി? നമ്മളിപ്പോൾ ഒരുപാട് മറ്റേ പാട്ടിൻ്റെ ഒരു എഴുതിയിട്ടുണ്ട് കുറച്ച് പാട്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കമ്പോസ് ചെയ്ത് പഠിക്കുകയാണ്. ഇപ്പോൾ നാളെ അതിൻ്റെ ഷൂട്ടുണ്ട്. അപ്പോൾ 3 പാട്ടുണ്ട്. അപ്പോൾ അതിൽ 2 പാട്ട് നാളെ ഷൂട്ടാണ്. ഇതിപ്പോൾ താങ്കൾ തന്നെ പാടി, താങ്കൾ ഞാനും കൂടിയാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എഴുതിയിരിക്കുന്നത്, മരിയ എന്ന് പറഞ്ഞ കുട്ടി എഴുതിയിരിക്കുന്നത്, ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ഞാൻ തന്നെയാണ് അത് കമ്പോസ് ചെയ്ത് പറഞ്ഞു കൊടുത്തത്. കാരണം എനിക്ക് പാടുന്നത് ഞാൻ എന്താ പറയുക, റൈറ്റിങ് ഹാൻഡ് റൈറ്റിംഗ് പോരാത്തതുകൊണ്ട് നമ്മൾ പാട്ട് എഴുതാനായിട്ട് ഒരാളെ വെച്ചു. 10-600 രൂപ മുടക്കിയിട്ടാണ് പാട്ട് എഴുതിക്കുന്നത്. അത് തന്നെ ഒരു മുതൽ മുടക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പേര് കളിയാക്കുന്നു, വിഷമിപ്പിക്കുന്നു. പക്ഷേ സിനിമക്കാരാണെങ്കിലും നമുക്ക് പാട്ട് പാടാൻ വേണ്ടി അവസരം തരുന്നില്ല. അപ്പോൾ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക. സിനിമ എന്നത് ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കണമല്ല. നമ്മൾക്കിപ്പോൾ ഓൺലൈൻ മീഡിയകൾ അത്യാവശ്യം സപ്പോർട്ടിങ് ഉണ്ട്. പിന്നെ സ്വന്തം ചാനലുകൾ ഓക്കെയാണ്. പിന്നെ സന്തോഷ് വർഗിയുടെ ചാനൽ. അപ്പോൾ അവരെ വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാം പാട്ടുകൾ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫീമെയിൽ സിംഗറിനെ നമ്മൾ വെക്കുന്നുണ്ട്. ഒരുപാട് പേര് ചാൻസ് ചോദിച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിമി ടോമിയുടെ അത്രയും റേറ്റ് കൊടുത്തില്ലെങ്കിലും നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റേറ്റ് 10K ഒരു പെൺകുട്ടിക്ക് കൊടുക്കും. അപ്പോൾ നാളെയാണ് അതിന്റെ പരിപാടികളും കാര്യങ്ങളും നടക്കുന്നത് സ്റ്റുഡിയോയിൽ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ എന്തായാലും പാട്ട് എഴുതണം. ഓക്കെ.